ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് ഹൽവ അല്ലെങ്കിൽ ഗാജർ ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ക്യാരറ്റ് ഹൽവ ഒരു ഡെസേർട്ട് ഐറ്റമായിട്ടും അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്വീറ്റ് സ്നാക്ക് ആയിട്ടും കഴിക്കാം. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കിത് പീൽ ചെയ്യണം. പീൽ ചെയ്ത് ഇതിൻ്റെ മുകളിലത്തെ തൊലി കളഞ്ഞെടുക്കാം. ഇതുപോലെ പീൽ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ 2 എൻഡ്സും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 2 വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ ഗ്രേറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ഗ്ലാസ് പാലാണ്. പിന്നെ 1 കപ്പ് ഷുഗർ. ഹൽവ നല്ല സ്വീറ്റ് ആവാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഷുഗർ വേണം. പിന്നെ വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൽമണ്ട്, പിസ്റ്റാഷ്യോ, നട്ട്സ് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതുപോലെ കുറച്ച് ഗീ, കുറച്ച് ഏലക്ക പൊടിച്ചത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ്. അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഓയിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ഗീൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഓയിൽ ആഡ് ചെയ്തിട്ടും ഇതുണ്ടാക്കാം. അപ്പോൾ ഇനി ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ കരിഞ്ഞു പോവാതെ എപ്പോഴും ശ്രദ്ധിക്കണം. അതിനാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി. അപ്പോൾ ഒരു 5 to 10 മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാലിലാണ് ക്യാരറ്റ് വേവിച്ചെടുക്കേണ്ടത്. പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതുപോലെ പാനിൽ ഉണ്ടാക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് എന്തായാലും വേവിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിലും ഉണ്ടാക്കാം. കുക്കറിലാവുമ്പോൾ പെട്ടെന്നാവും. കുക്കറിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇനി നമുക്ക് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അധികമൊന്നും വേണ്ട, ആവശ്യത്തിന് മാത്രം, ചെറുതായിട്ടൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിച്ചു പോവാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ക്യാരറ്റ് ഏകദേശം വെന്തെന്ന് തോന്നുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഉണക്കമുന്തിരി, ആൽമണ്ട്, നട്ട്സ്, അപ്പോൾ ഇതുകൂടെ ആഡ് ചെയ്യാം. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. പ്രസ് ചെയ്യുമ്പോൾ ഉടയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ക്യാരറ്റ് വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ 1 കപ്പ് ഷുഗർ എടുത്തു വെച്ചിരുന്നു, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇനിയും ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഷുഗർ ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ക്യാരറ്റ് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഷുഗർ ആഡ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല, ഏറ്റവും ലാസ്റ്റാണ് ഷുഗർ ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് ഇളക്കി നോക്കുക. ഇളക്കി നോക്കുമ്പോൾ ഇതുപോലെ വിട്ട് വിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ അല്ലെങ്കിൽ ഗാജർ ഹൽവ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ഇതുപോലെ കൂടുതൽ റെസിപ്പീസ് കാണാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക്